നാട്ടിലെ തറവാട്ടിൽ അച്ഛൻ അത്യാഹിതത്തിലാണെന്ന് പറഞ്ഞ് ടൗണിൽ താമസിക്കുന്ന മക്കൾക്കെല്ലാവർക്കും അറിയിപ്പ് വരികയാണ്. അവർ എല്ലാവരും എല്ലാ തിരക്കുകളും ഉപേക്ഷിച്ച് ഓടി തറവാട്ടിലെത്തുന്നു. അച്ഛൻ തീരെ അവശതയായി കിടക്കുകയാണ്. എല്ലാവരും ആലോചിക്കുന്നത് അച്ഛൻ ഇപ്പോൾ മരിക്കുമെന്നാണ്. ഡോക്ടറോട് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നു കോമ സ്റ്റേജിലാണെന്നും കുറച്ചുനാള് ഇങ്ങനെ കിടക്കുമെന്നും അവർ പറയുന്നു. എല്ലാവർക്കും തിരക്കുള്ളതിനാലും തറവാട്ടിൽ നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളതിനാലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പിറുപിറുക്കുന്നുണ്ട്. അങ്ങനെയിരിക്കെ പെട്ടെന്നൊരു ദിവസം അച്ഛൻ കണ്ണു തുറക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു. അയാൾ ആദ്യം കണ്ണു തുറന്ന് ചോദിക്കുന്നത് അമ്മുക്കുട്ടി എവിടെ എന്നാണ്. അമ്മുക്കുട്ടിയെ അന്വേഷിച്ച് ഒരാളെ അയക്കുന്നു. അമ്മുവിനെ ചെന്ന് കാണുമ്പോൾ അമ്മു പറയുന്നു ഞാൻ വന്നോളാം എന്ന് അമ്മു പറഞ്ഞ് അയാളെ ഒഴിവാക്കുന്നു. പിന്നീട് അച്ഛന് കുഴപ്പമൊന്നുമില്ല എന്ന് കണ്ട് മക്കൾ എല്ലാവരും ഓരോരുത്തരായും പോവാനൊരുങ്ങുന്നു. അങ്ങനെ ആ അച്ഛന്റെ മകനായ രാജൻ മാത്രം അവിടെ ഒറ്റപ്പെടുകയും രാജന്റെ ഭാര്യയും എല്ലാവരും പോകുന്നു. രാജന്റെ കുട്ടിയുമായി തറവാട്ടിൽ അച്ഛന്റെ അരികിൽ നിൽക്കുന്നു. അപ്പോൾ രാജൻ പഴയ കാര്യങ്ങളെല്ലാം ആലോചിക്കുകയാണ്. ഒരു ദിവസം അമ്മായിയുടെ മകളായ അമ്മു തറവാട്ടിലേക്ക് വരികയും അവൾക്ക് ജോലി കിട്ടിയെന്ന് അമ്മാവനോട് പറയുകയും ചെയ്യുന്നുണ്ട്. തനിക്ക് ഇവിടെ നിന്ന് ജോലിക്ക് പോയിക്കൂടെ എന്നും ഞങ്ങൾക്ക് ഒരു കൈസഹായമാകുമല്ലോ എന്ന് അയാൾ അവളോട് പറയുന്നു. അമ്മു സന്തോഷത്തോടുകൂടെ അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി അവിടെ നിന്നും സ്കൂളിൽ ടീച്ചറായി ജോലിക്ക് പോകുന്നു. അച്ഛനും മകനും മാത്രമാണ് തറവാട്ടിൽ ഉണ്ടായിരുന്നത്. 2 പെങ്ങന്മാരെയും കെട്ടിച്ചു പോയിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അമ്മു തന്നെയാണ് നോക്കിയിരുന്നത്. രാജനും അമ്മുവും ഇഷ്ടത്തിലായിരുന്നു. അത് അമ്മാവനും ഇഷ്ടമായിരുന്നെങ്കിലും അമ്മാവൻ അത് പുറമെ പ്രകടിപ്പിച്ചിരുന്നില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാജന് MBAക്ക് സീറ്റ് കിട്ടുകയും അത് അച്ഛനോട് വന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ അച്ഛൻ പറയുന്നു 2 പെൺമക്കളെ കെട്ടിച്ച് കടബാധ്യതകൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഈ പണച്ചെലവുള്ള കാര്യം എനിക്ക് നടത്താൻ പറ്റില്ല എന്ന് അച്ഛൻ മകനോട് പറയുന്നു. ഇത് കേട്ട് അമ്മു രാജനോട് പറയുന്നു രാജേട്ടനെ പഠിപ്പിക്കാൻ എന്റെ ശമ്പളം മതിയാവില്ലേ, അതുകൊണ്ട് രാജേട്ടൻ പഠിച്ചോളൂ എന്ന് അവൾ പറയുന്നു. അപ്പോൾ അച്ഛൻ അഭിമാനിയാണെന്നും ഇതൊന്നും അച്ഛൻ സമ്മതിക്കില്ല എന്നും രാജൻ തിരിച്ചു പറയുമ്പോൾ അവൾ പറയുന്നു അമ്മാവിനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചോളാം, രാജേട്ടൻ പോവാൻ റെഡി ആയിക്കോളൂ എന്ന് അവൾ പറയുന്നു. അവൾ അമ്മാവനോട് വന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും സൂത്രത്തിൽ കാര്യം നേടിയെടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവനെ എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടെ അവൾ എറണാകുളത്ത് MBAക്ക് പഠിക്കാൻ പറഞ്ഞയക്കുന്നു. ഇതിന്റെ നെക്സ്റ്റ് പാർട്ട് കാണാൻ ഒന്ന് സെർച്ച് ചെയ്തേക്കണേ.